ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ലക്ഷ്മി. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ എന്റെ ആണ് കാണൽ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തിരുന്നതെന്നാണ് കാണിക്കുന്നത്. ആക്ച്വലി ഞാൻ അന്നൊരു വീഡിയോ എടുത്തിരുന്നതാണ്, പക്ഷെ അതിന്റെ കുറച്ച് ബിറ്റ്സ് ഒക്കെ ഞാൻ എന്തോ ഡിലീറ്റ് ചെയ്തപ്പോ അതിന്റെ കൂടെ പോയി. അപ്പൊ ഇത് ആക്ച്വലി റീക്രിയേഷൻ വീഡിയോ കൂടിയാണ്. ഞാൻ അന്ന് എങ്ങനെയാണ് റെഡി ആയിരുന്നെന്നുള്ള ഫോട്ടോ ഞാൻ ഇവിടെയൊക്കെ കൊടുത്തേക്കാം. പുറത്തൊരു കാക്ക കിടന്ന് ചുമ്മാ കരയണുണ്ട്, അതിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അധികം ലാഗ് എടുപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. നമ്മൾ എപ്പോഴൊക്കെ മുഖമൊക്കെ ഫേസ് വാഷ് ചെയ്തിരുന്നാലും ഒരു ടോണറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേഷ്യൽ വൈപ്സോ ഒക്കെ കൊണ്ട് ഒന്നും കൂടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നല്ലൊരു ഫ്ലോലെസ് ഫിനിഷ് കിട്ടാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബേസ് റൂട്ടീൻ നല്ലതായിരുന്നാലും നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് നല്ലതായിരിക്കുള്ളൂ. സോ ഇത് എപ്പോഴും ശ്രദ്ധിക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഷിൽസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഈ ഒരു ഫേഷ്യൽ വൈപ്സ് ആണ്. നല്ലതാണ് കേട്ടോ. ചിലതിനൊക്കെ ഭയങ്കര സ്മെല്ലുണ്ടാവും, ഇതിനങ്ങനെ ഫ്രാഗ്രൻസ് ഒന്നും ഇല്ല. അത് മാത്രമല്ല ചില ഫേഷ്യൽ വൈപ്സ് ഒക്കെ ഒരുപാട് വെച്ചായിരിക്കും, ഇല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിരിക്കും. പക്ഷെ ഇത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നി കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇരിക്കാറ്. ഒരു ആവശ്യത്തിനുള്ള ഒരു എന്താ പറയാ, ഒരു നനവ് ഇതിലുണ്ട്, അധികമൊന്നുമില്ല. സോ ഇത് ഞാൻ ഫേസിൽ നല്ല പോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ കണ്ണിന്റെ അവിടെ എന്തെങ്കിലും കരിയോ റെസിഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അണങ്ങ് പൊക്കോളൂ. അപ്പൊ നല്ല രീതിക്കൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഫേസ് നല്ല രീതിക്ക് വൈപ്പ് ചെയ്ത് ദെൻ ഞാൻ യൂസ് ചെയ്യുന്നത് ടോണറാണ്. ഇപ്പൊ ഇത് വിഷ് കെയറിന്റെയാണ്. ഞാൻ വിഷ് കെയറിന്റെ ഇതിന്റെ 3ാമത്തെ ബോട്ടിൽ എന്തോ ആണ്. സൂപ്പർബ് ആയിട്ടുള്ള ഒരു ടോണറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ടോണേഴ്സ് ഒക്കെ എനിക്ക് ഒന്നില്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, ഇല്ലെങ്കിൽ ആ ഒരു ടോണർ എന്നുള്ള ഒരു പേരേ കാണത്തുള്ളൂ, ഒരു ഗുണവും കാണത്തില്ല. ബട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, എപ്പൊ മേക്കപ്പ് ചെയ്യാൻ നിന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട പ്രോസസ്സാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോകാൻ റെഡി ആവുകയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ഒക്കേഷനൊക്കെ പോകാൻ സമയത്ത് അത്യാവശ്യം ടൈം എടുത്ത് തന്നെ ഒരുങ്ങാൻ ശ്രമിക്കുക കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം അതൊന്നും ശ്രദ്ധിക്കത്തില്ല. സ്കിൻ കെയർ ടോണർ അടിക്കും, പെട്ടെന്ന് നമ്മുടെ മോയ്സ്ചറൈസറും പ്രൈമറും എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് മേക്കപ്പിലോട്ട് പോകും. അങ്ങനെ ചെയ്യരുത്. ടോണർ അടിച്ചിട്ട് ഒരു 10-20 സെക്കൻഡ് ഒക്കെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ടോണർ ഫേസിൽ ഉണങ്ങുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ പ്ലമ്മിന്റെ ലിപ് ബാം ആണ്. സൂപ്പർബ് ലിപ് ബാം ആണ്. ഇത് എന്റെ സെക്കൻഡ് ബോട്ടിൽ. സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ഞാൻ ഈ കാരമൽ ഫ്ലേവറേ വാങ്ങിക്കാറുള്ളൂ. നമ്മുടെ ചാനല് ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുമ്പ് ഇട്ടിരുന്ന വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇതിന്റെ ഒരു സ്മെല്ലിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തിന്നാൻ തോന്നും. സൂപ്പറാണ് കേട്ടോ, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. എനിക്കിത് പെർഫെക്റ്റ് ആയിട്ട് തോന്നി കേട്ടോ. ഞാൻ ഇത് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, പക്ഷെ എന്റെ ഫേവറേറ്റ് ലിപ് ബാംസിൽ ഒരെണ്ണം ഇതാണെന്നേ ഉള്ളൂ. ഇതിന്റെ കൂടെ ഒരു കുട്ടി സ്പാച്ചുല, അത് ഞാൻ ആമസോണിൽ നിന്ന് അല്ലാതെ വാങ്ങിയതായിരുന്നു. അത് സത്യം പറഞ്ഞാൽ കാണാനില്ല, സോറി. ഇനി നമുക്ക് യൂസ് ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ആണ്. ഇത് PACയുടെ അക്വാ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന മോയ്സ്ചറൈസർ ആണ്. ഓക്കെ, ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ മുഖം കഴുകുമ്പോൾ നമ്മുടെ മുഖത്തൊരു നനവുണ്ടാവില്ലേ, അതുപോലത്തെ ഫീൽ ആണ്. ബട്ട് ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ണും പൂട്ടി ട്രൈ ചെയ്യാം. സൂപ്പർബ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമർ ആണ്. പ്രൈമറിൽ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് മാറ്റ് പോർലെസ് എന്ന് പറയുന്ന പ്രൈമർ ആണ്. ഇത് നമുക്ക് പോർസ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സമ്മർ സീസണിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുറച്ചുകൂടെ ഒരു ഗ്രിപ്പി പ്രൈമർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ മേക്കപ്പ് സ്റ്റേ ചെയ്യാനായിട്ട് അത് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. എന്റെ കയ്യിൽ നിലവിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്.
കൂടുതൽ ഇത് ഓയിലി ആയിട്ടുള്ള ഏരിയാസിൽ നല്ലപോലെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ. ഓക്കെ, പെർഫെക്റ്റ്, സ്മൂത്ത് ആൻഡ് ബ്ലർ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഫേസിൽ തൊടുമ്പോ അറിയാം, എനിക്ക് അത്യാവശ്യം ആക്നെ ഒക്കെ വന്നിട്ട് ഇവിടെ ഒരു കുരുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രൈമർ ഇട്ടതില് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്ന് കുറച്ചുകൂടെ ഒരു എന്താ പറയാ, ഒരു ക്ലീൻ ക്യാൻവാസ് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യും. എന്നും പറഞ്ഞ് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു നേരത്തെ എഴുതുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നും. സോ പ്രൈമർ അപ്ലൈ ചെയ്തു. ഓക്കെ, ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ 4over52ന്റെ COB 009 എന്ന് പറയുന്ന ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് മൈ പെർഫെക്റ്റ് കൺസീലർ കേട്ടോ. കാരണം നമ്മുടെ ഈ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് കവർ ചെയ്യാനൊക്കെ ആയിട്ട് സൂപ്പർബായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇതിൽ ഇടുമ്പോ കാണിച്ചു തരാം. ഞാൻ ഇത് യൂസ് ചെയ്തതിൽ പിന്നെ എനിക്ക് വേറെ ഒന്നിലോട്ടും മാറാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഞാൻ ഏതെങ്കിലും വേറെ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മേബലിന്റെ ഏജ് റിവൈൻഡ് കൺസീലർ തന്നെയായിരിക്കും. ഞാൻ കുറച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലൊരു ടിൻഡ് ഓഫ് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നമ്മുടെ എന്താ പറയാ, ഈ ഒരു ഡാർക്ക്നെസ് പിഗ്മെന്റേഷൻ ഒക്കെ നല്ല സൂപ്പർബായിട്ട് കവർ ചെയ്യും. ആൻഡ് ഞാൻ സോറി ഗൈസ്, ആസ് യൂഷ്വൽ എന്റെ ഫോണിലെ സ്റ്റോറേജ് തീർന്നുകൊണ്ട് കട്ടായി പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാൻ പേഴ്സണലി മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ ബ്രഷസ് യൂസ് ചെയ്തിട്ടാണ് കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ല രീതിക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാനും കൺസീലറോട് സ്റ്റേ ചെയ്തിരിക്കാനും നമുക്ക് എപ്പോഴും കൈ കൊണ്ട് തൊടുന്നതിൽ ഞാൻ വലിയ താല്പര്യം കാണിക്കാറില്ല പൊതുവെ ഇപ്പോ. അപ്പോ ഈ ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡും കൂടി ചെയ്യുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് അത്യാവശ്യം നല്ല കവറേജ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കൺസീലർ താഴെ വരുന്നത്. ഓക്കെ, ഞാൻ എന്റെ കണ്ണിന്റെ താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, വളരെ ലൈറ്റ് ആയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കവറേജ് കിട്ടും. ഓവർ പ്രോഡക്ട്സ് എടുക്കേണ്ട കാര്യവും വരത്തില്ല. എന്നിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് എവിടെയൊക്കെ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പിഗ്മെന്റേഷൻ. ഓക്കെ ഗൈസ്, അപ്പൊ പറഞ്ഞ പോലെ ഞാൻ എന്റെ ഡാർക്ക്നെസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരുപാട് അപ്ലൈ ചെയ്യുന്നില്ല. ഇതൊരു നോ മേക്കപ്പ് കൈൻഡ് ഓഫ് ലുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കുട്ടിയടിക്കേണ്ട കാര്യമില്ല. അപ്പോ ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് യൂഷ്വലി മൗത്തിന്റെ കോർണറിലൊക്കെ നല്ല രീതിക്ക് പിഗ്മെന്റേഷൻസ് കാണാറുണ്ട്. അതുകൊണ്ട് അവിടേക്ക് മാത്രമാണ് ഞാൻ കൂടുതലായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാണുന്നുണ്ടല്ലോ അവിടെ. ഓക്കെ, അപ്പൊ നമ്മള് ഫേസിൽ നമുക്ക് പിഗ്മെന്റേഷൻ ഉള്ളിടത്തും അത്യാവശ്യം കുരുക്കളുള്ളിടത്തും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളിടത്തൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്തു. ബാക്കി കയ്യിൽ എക്സസീവ് ആയിട്ടുള്ളത് എടുത്തതിന് ശേഷം ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ക്രീസസ് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് എന്റെ അനുഭവമാണ്. എന്റെ പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വന്ന അനുഭവമാണ്. ആൻഡ് നല്ല രീതിക്ക് നമ്മുടെ എല്ലാ സ്ഥലത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ സെയിം കാര്യം കൈവച്ചും ചെയ്യാം. കൈവച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കവറേജ് കിട്ടും. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബ്യൂട്ടി ബ്ലെൻഡർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐബ്രോസ് ആണ്. ഐബ്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, വളരെ നമ്മുടെ ശരിക്കുള്ള ഐബ്രോസിന് മാച്ച് ചെയ്യുന്ന രീതിക്ക് ഷെയ്ഡ്സ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് ഡാർക്ക് ആയി പോവാനും പാടില്ല, ഒരുപാട് ലൈറ്റ് ആയി പോവാനും പാടില്ല. ഒന്നില്ലെങ്കിൽ നമ്മൾ സെയിം മാച്ച്, ഇല്ലെങ്കിൽ സെയിം മാച്ച് കിട്ടിയിരുന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഷെയ്ഡ്സോ, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ബ്രൗൺ സ്കിൻ ടോൺസുകാർക്ക് ഒരു ബ്രൗൺ, ഒരു ഡാർക്ക് ബ്രൗൺ അങ്ങനത്തെയൊക്കെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് എപ്പോഴും മനസ്സിൽ വെക്കുക കേട്ടോ. ഞാനിവിടെ 2 ഐബ്രോ പാലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് PSCയുടെയും ഒന്ന് ഫേസ് സ്കാനിന്റെയും. എനിക്ക് ഈ ഫേസ് സ്കാനിന്റെ പൗഡർ പെർഫെക്റ്റ് ഷെയ്ഡാണ്. എനിക്ക് നല്ല രീതിക്ക് സ്യൂട്ടായി പോകുന്ന ഷെയ്ഡാണ് ഇത്. പക്ഷെ അതിന്റെ വാക്സ് എനിക്ക് പറ്റത്തില്ല. ബട്ട് ഈ ഒരു PSCയുടെ ഈ ഒരു ഡാർക്ക് ബ്രൗൺ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ഷെയ്ഡാണ്. പെർഫെക്റ്റ് അല്ല, എന്നാലും എനിക്ക് അത്ര എന്താ പറയാ, ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്യാത്തൊരു ഷെയ്ഡാണ്. എന്നിട്ട് അതിന്റെ പുറത്തൂടെ മറ്റൊന്നും കൂടി ടോപ്പ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഇരിക്കാറുണ്ട്. സോ എന്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്.
അപ്പൊ ഞാൻ ഐബ്രോസ് ഒക്കെ വരയ്ക്കുന്നത് ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് വീഡിയോ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. ഞാൻ പോയി എന്റെ ഐബ്രോസ് ഫിനിഷ് ചെയ്തിട്ട് വരാം. ഇതിനു മുമ്പ് ഞാൻ ഐബ്രോസ് ചെയ്യുന്ന വീഡിയോ ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ അത് ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പോ ഐബ്രോസ് വരച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഐബ്രോസ് വരച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഡാർക്ക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. പിന്നെ നേരിട്ട് കാണാൻ അത്രയ്ക്ക് ഡാർക്ക് അല്ല. ഇതില് ചിലപ്പോൾ ഷാഡോസ് കൂടെ ഒക്കെ അടിക്കുന്നതുകൊണ്ടായിരിക്കും ഇത്രയും ഡാർക്ക് ആയിട്ട് തോന്നിക്കുന്നത്. ഞാൻ വീണ്ടും നേരത്തെ എടുത്ത സെയിം കൺസീലർ എടുത്തിട്ട് ഞാൻ ഓൾറെഡി ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി കണ്ണിന്റെ മുകളിൽ ഞാൻ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഐ ഷാഡോ ചെയ്യാനായിട്ടുള്ള ബേസ് റെഡിയാക്കുകയാണ് കേട്ടോ. സെയിം അപ്പുറത്തും ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടെന്നും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. വലുതായിട്ട് ബ്ലെൻഡ് ചെയ്യണ്ട, വളരെ ലൈറ്റ് ആയിട്ട് മാത്രം ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയോ. ഓക്കെ, ഞാൻ എന്നിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ 4over52ന്റെ പാലറ്റോ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ഷാഡോ ആണോ ഉള്ളത്, പാലറ്റ് ആണോ ഉള്ളത്, അതിൽ നിന്ന് ഒരു ലൈറ്റർ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷാഡോ എടുത്തു, എക്സസ് ഡാബ് ചെയ്ത് കളഞ്ഞു, ദെൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും ഔട്ടൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ പതുക്കെ ഗ്രാജുവലി ഫ്രണ്ടിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വരിക. ഇങ്ങനെ എപ്പോഴും ചെയ്യാവുള്ളൂ. അതാകുമ്പോൾ ഓവറായി പോകത്തുമില്ല, നമുക്ക് നല്ലൊരു ഫിനിഷിൽ കിട്ടുകയും ചെയ്യും. പിന്നെ എപ്പോഴും നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ലുക്കാണ് വേണ്ടതെന്ന് മൈൻഡിൽ ഒരു ഐഡിയ വെച്ചേക്കുക. എന്നിട്ട് എപ്പോഴും ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. മറ്റേ നമ്മള് മൈൻഡിൽ ഒരു ഐഡിയ ഇല്ലാതെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ കൈ കിട്ടുന്ന കളേഴ്സ് ഒക്കെ വാരി അപ്ലൈ ചെയ്യും, അങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് എപ്പോഴും മൈൻഡിൽ എന്ത് മേക്കപ്പ് ചെയ്താലും ഒരു റെഫറൻസ് എടുത്ത് വെക്കുക, നിങ്ങൾക്ക് ഇങ്ങനെയാണ് വേണ്ടത്. എന്നിട്ട് അത് നിങ്ങളുടെ സ്കിൻ ടോണിനും നിങ്ങളുടെ ഫേസിനും ചേരുന്ന രീതിക്ക് ചെയ്തെടുക്കുക. അത് അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു മേക്കപ്പ് കിട്ടുക. സോ ഞാൻ ഇതുപോലെ പതുക്കെ ഒന്ന് ആ ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നേ ഉള്ളൂ, വലുതായിട്ട് ഭയങ്കര ഡ്രാമാറ്റിക് ഒന്നും ആക്കുന്നില്ല. ഇതുപോലെ തന്നെ നിങ്ങൾ അപ്പുറത്തെ സൈഡും ചെയ്യാം. ഞാൻ രണ്ട് കണ്ണിലും ലൈറ്റ് ആയിട്ട് നമ്മുടെ ബ്രൗൺ ഷാഡോസ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ളതിൽ കാജൽ എടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷാഡോ ആയിരിക്കും എപ്പോഴും ബെസ്റ്റ്. അല്ലെങ്കിൽ ബ്രൗൺ ഷാഡോ അല്ല ഉദ്ദേശിച്ചത്, ബ്ലാക്ക് ഷാഡോ അല്ലെങ്കിൽ ഒരു ഗ്രേ ഷാഡോ, അങ്ങനത്തെ ഒക്കെ ഐ ഷാഡോസ് ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് വളരെ എടുക്കുക, ഡാബ് ചെയ്യുക, നമ്മള് ടൈറ്റ് ലൈൻ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എന്റെ കണ്ണ് ആക്ച്വലി ഇങ്ങനെ കുറച്ചുകൂടെ നീണ്ട കണ്ണായതുകൊണ്ട് ഞാൻ എപ്പോഴും ഔട്ടർ കോർണറിലാണ് ഫോക്കസ് ചെയ്യാറ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉണ്ട കണ്ണൊക്കെ ആണെങ്കിൽ ഇന്നർ കോർണർ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എപ്പോഴും ഒരു ലൈറ്റ് ഒരു ഗ്രേയും ഡാർക്ക് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐ ഷാഡോ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. എന്റെ സിഗ്നേച്ചർ ലുക്ക് അങ്ങനെയാണ്. ആൻഡ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ ലുക്ക്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ താഴെയും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വിങ് ക്രിയേറ്റ് ചെയ്ത് എടുക്കും. അപ്പൊ എനിക്ക് ഐലൈനർ വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ആൻഡ് അത് നല്ലൊരു ഫിനിഷിംഗ് ലുക്കിൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, സംതിങ് ലൈക്ക് ദിസ്. ഇതുപോലെ ഒന്ന് വരച്ചേക്കും. ഒരു കുട്ടി പിന്നൊക്കെ കൊടുത്തിട്ടുള്ളൂ, എനിക്ക് ഒരുപാട് ഡ്രമാറ്റിക് അങ്ങനെ വേണ്ട. നിങ്ങൾ ആ ഒരു എന്താ പറയാ, എന്റെ ഫോട്ടോയിൽ നോക്കിയാലും മനസ്സിലാവും ഞാൻ അങ്ങനെ ഒരുപാട് ഡ്രാമ ഉള്ള കണ്ണാക്കി എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്നൊരു ഷാഡോ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അതുപോലെ ഒന്ന് താഴെയും ചെയ്തിട്ട് ഇപ്പുറത്തെ കണ്ണ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, ഞാനിവിടെ കണ്ണ് വരച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മള് കണ്ണൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ പോവാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഒരു യൂഷ്വൽ നോർമൽ മേക്കപ്പ് ഒരു ലുക്കാണ്, പക്ഷെ എന്നാലും നമുക്കൊരു ഒരു പോക്ക് കൊണ്ടുവരണമല്ലോ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ അൺറൈസും ഇവിടെയൊക്കെ പുറത്തൊക്കെ ആയിരിക്കുന്നതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുകയാണ്. സോ അതിന് നമ്മൾ നേരത്തെ എടുത്ത സെയിം
നിങ്ങളുടെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള കൺസീലർ എടുക്കാം. ഇല്ല കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ്നെസ് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ചുകൂടെ ഒരു 1 or 2 ഷെയ്ഡ്സ് ലൈറ്റർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എനിക്ക് അങ്ങനെ ഒരു കുറച്ചുകൂടി ഒരു പോപ്പ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. സോ ഞാൻ അതുകൊണ്ട് ലൈറ്റ് ഷെയ്ഡ് എടുക്കുന്നത് 452 തന്നെ 005 എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ 452ന്റെ 005. നേരത്തെ എടുത്ത സെയിം നമ്മുടെ ഈ ഇതുപോലത്തെ ടിപ്പ് വരുന്ന ആംഗിൾ ബ്രഷസ് ആണ് എപ്പോഴും ക്ലീൻ അപ്പ് ചെയ്യാനായിട്ട് നല്ലത്. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്ലാറ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കാം. സോ ഞാൻ കുറച്ച് എന്റെ കയ്യിൽ എടുത്തു, ദെൻ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ആ ഒരു ഷാർപ്പ് എഡ്ജ് കിട്ടി. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ആണുകാണാൻ ചടങ്ങ് ഇത്രയും വിങ് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ബട്ട് എനിക്ക് ഇപ്പോ അങ്ങനെ വിങ് ഇടാൻ തോന്നിയത് കൊണ്ട് ഇട്ടാണ്. നിങ്ങൾക്ക് വിങ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വിങ് ഒഴിവാക്കാം കേട്ടോ, അത് നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ വിങ് ചെയ്യാം. ആൻഡ് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലൈറ്റ് ആയിട്ടൊന്ന് ഫെയ്ഡ് ആവും. അതുകൊണ്ട് ആണ് ഇപ്പൊ ഇത്രയും ഡാർക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ദെൻ എഗെയിൻ നമ്മൾ നേരത്തെ എടുത്ത പോലത്തെ ബ്രഷ്, ഇതുപോലത്തെ ബ്രഷ് എടുക്കുക, ലൈറ്റ് ആയിട്ട് ഡാബ് ചെയ്യുക, അണ്ടർ ഐസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. കണ്ടോ, ഇപ്പൊ കണ്ണൊന്ന് നല്ല വലുതായ പോലെ തോന്നുന്നുണ്ട്. ഒരു ഡിഫറെന്റ് ഒരു ലുക്ക് കിട്ടിയതുപോലത്തെ ഒരു ഫീൽ ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് എനിക്കെപ്പോഴും അതുകൊണ്ടാണ് എന്റെ ഇന്നർ കോർണേഴ്സ് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ്. പക്ഷെ ഇന്നർ കോർണേഴ്സ് ബ്രൈറ്റൻ ചെയ്യുന്നത് എല്ലാവർക്കും ചേരത്തില്ല. കുറച്ചുകൂടെ റൗണ്ട് ഫേസ് ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ഒരു ഓവൽ ഫേസ് ആണ്. അപ്പൊ അതുകൊണ്ട് വലിയതായിട്ട് കുഴപ്പമുണ്ടാവില്ല. ഇല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് അത് ചേർന്നൊന്നും വരത്തില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഫേഷ്യൽ ഷേപ്സിനനുസരിച്ച് മേക്കപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ അത് വിയർഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മേക്കപ്പ് അങ്ങനെ നമ്മുടെ ഫേസിന് ചേരാത്ത മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് എല്ലാരും പറയാ മേക്കപ്പ് എന്തെന്നാ കൊള്ളത്തില്ല, എല്ലാവർക്കും ചേരത്തില്ല എന്നൊക്കെ പറയും. സോ എപ്പോഴും ഫേസിനനുസരിച്ച് മേക്കപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ കുറച്ച് ഞാൻ എടുത്ത് എന്റെ നോസിന്റെ ബ്രിഡ്ജിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. വലുതായിട്ടല്ല, ജസ്റ്റ് ഒരു അവിടെ എന്തോ ഇട്ടിട്ടുണ്ടെന്നുള്ളത് തോന്നൽ വരാനായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഞാൻ എന്റെ മൂക്കിന്റെ അടിയിലാണ് ഇടുന്നത്. ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇവിടെ കുറച്ച് അടിയില്, പിന്നെ എന്റെ ചുണ്ടിന്റെ മണ്ടയില്, ദെൻ ബാക്കിയുള്ളത് എന്റെ താടിയില്. കാരണം എനിക്ക് ആ ഒരു എന്റെ ഫേസിന്റെ സെന്റർ ബ്രൈറ്റൻ ചെയ്തിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നോസിന്റെ സൈഡില്. ബാക്കി എക്സസ് ഉള്ളത് നമുക്ക് ഫേസിന്റെ ഇന്നർ സൈഡിലൊക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മസ്കാരയാണ്. മസ്കാരയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എങ്ങനെയാണ് നമ്മുടെ മസ്കാരയൊക്കെ ഇടുന്നത് എന്നുള്ളത്. സോ ഞാൻ മസ്കാരയും ഓഫ്ലൈനിൽ അപ്ലൈ ചെയ്തിട്ട് വരാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സ്കൈ ഹൈറ്റ് മസ്കാരയാണ്, മേബിളിന്റെ ലാഷ് സെൻസേഷൻ എന്ന് പറയുന്ന മസ്കാരയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എന്റെ കണ്ണിന് മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ഔട്ടർ കോർണറിൽ ബ്ലാക്ക് കാജൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുക. വലുതായിട്ട് ലൈൻ ചെയ്യണ്ട, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എനിക്ക് ഈ പറയുന്ന പോലെ എന്റെ ഔട്ടർ കോർണർ ഇങ്ങനെ വലുതാക്കി കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, പെർഫെക്റ്റ്. ഇനി നമുക്ക് ഒരു പൊട്ട് വെക്കണം. അതിനു മുമ്പ് നമ്മൾ പൗഡർ സെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ലൈറ്റ് ആയിട്ടൊന്ന് പൗഡർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണിച്ചു തരാം. അതെങ്ങനെയാണെന്ന് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക കേട്ടോ, നിങ്ങൾ യൂസ്ഫുൾ ആവും. ഓക്കെ, യൂഷ്വലി എല്ലാവരും കോമ്പാക്ട് പൗഡേഴ്സ് ആണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു ക്രീസ്ലെസ് അല്ലെങ്കിൽ ഒരു കേക്കി ലുക്ക് വരാതിരിക്കാൻ എപ്പോഴും ട്രാൻസ്ലൂസന്റ് പൗഡേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ എപ്പോഴും നല്ലത്.
ട്രാൻസ്ലൂസൻസ് അല്ലെങ്കിൽ ബനാന പൗഡേഴ്സ് യൂസ് ചെയ്യുമ്പോൾ. കാരണം അത് അത്യാവശ്യം നമ്മുടെ ഇന്നർ കോർണേഴ്സ് ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ ഫേസ് ഒന്ന് ഹോൾ ലുക്ക് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്മൾ പൗഡർ എടുത്തതിന് ശേഷം ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രൈറ്റൻ ചെയ്യേണ്ട ഭാഗത്ത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒത്തിരി എടുത്ത് അപ്ലൈ ചെയ്യരുത്. ഇതിൽ ആക്ച്വലി ഇത് ഷോപ്പാരൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇതാണ് ട്രാൻസ്ലൂസൻ പൗഡർ ആണ്. ഇതിൽ ആക്ച്വലി കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നേരത്തെ ട്രയലൊക്കെ നോക്കി വെക്കുക കേട്ടോ. ഇതിൽ അത്യാവശ്യം നല്ല ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്. പക്ഷെ അപ്ലൈ ചെയ്ത് കുറെ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് സെറ്റ് ആയിക്കോളും. എന്നാൽ ആ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഭൂതത്തിനെ പോലെ നമ്മൾ ഇരിക്കുന്നത് പോലെ തോന്നിക്കും. അതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ബ്ലഷ് ഒന്നും ഇട്ടിട്ടില്ല. ഞാനൊന്ന് അപ്ലൈ ചെയ്ത് എനിക്ക് എപ്പോഴും എന്റെ അണ്ടർ ഐസ് ഇങ്ങനെ ബ്രൈറ്റൻ ചെയ്തിരിക്കാനും ക്രീസ്ലെസ് ആയിട്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. വൈപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ സിറ്റ് ചെയ്യാൻ വിടുവാണ്. ദെൻ നമുക്കിനി ചെറിയൊരു ബ്രോൺസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ബ്രോൺസർ അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഫേസസ് 452ന്റെ ബ്രോൺസർ ആണ്. ബ്രഷ് കുറച്ച് ഡേർട്ടി ആയിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾ ക്ഷമിക്കാം. എന്നിട്ട് ഇങ്ങനെ ആക്കുക. ഞാൻ അങ്ങനെയാണ് എന്റെ ബ്രോൺസർ അപ്ലൈ ചെയ്യാറ്. പക്ഷെ എനിക്ക് ഇപ്പൊ അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല, കാരണം എനിക്കറിയാം എന്റെ പ്ലേസ്മെന്റ് എവിടെയാണെന്ന്. അപ്ലൈ ചെയ്ത് അറിയാം. എന്നാൽ ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടെ ഹൈ പോയിന്റ്സിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, കാരണം എനിക്ക് എന്റെ ഫേസ് ഇങ്ങനെ കട്ട് ചെയ്തതുപോലെ തോന്നിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈ പോയിന്റ്സിലോട്ട്. ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. കുറച്ച് ഞാൻ എന്റെ ഫോർഹെഡിൽ അപ്ലൈ ചെയ്യും. ഇത് ഒരു ചെറിയൊരു ഡിഫറൻസ് വന്നാൽ എന്റെ ഫേസ് ഒന്നും കൂടെ ഒന്ന് മെലിഞ്ഞതുപോലെ തോന്നിയിട്ടുണ്ടാവും. ദെൻ ബാക്കി ഞാൻ എന്റെ ജോ ലൈൻസിൽ അപ്ലൈ കൊടുക്കും. ഇപ്പൊ ജോ ലൈനൊന്നും ഇല്ല ഗൈസ്, എല്ലാം ഇതിപ്പോ ഒരൊറ്റ ലൈനായിട്ട് ഇരിക്കുകയാണ്. ബിക്കോസ് ഞാൻ നല്ലപോലെ വണ്ണം വെച്ചു. എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു ഞാൻ വണ്ണം വെച്ചു എന്ന്. വണ്ണം വെച്ചത് ഫുഡ് കഴിച്ചിട്ടല്ല ഗൈസ്, എന്റെ ഹോർമോൺസ് ഇഷ്യൂ കൊണ്ടാണ് വണ്ണം വെച്ചത്. ഓക്കെ, നമ്മൾ ലൈറ്റ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇപ്പൊ തന്നെ നമ്മുടെ ഫേസിൽ ഒരു ഡിഫറൻസ് വന്നു. ആൻഡ് ഇനി സെയിം ബ്രഷ് തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് എന്റെ നോസിൽ ലൈറ്റ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഒരു സ്നാച്ച് ഒരു ലുക്ക് കിട്ടാം. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരുപാട് ഫേസ് മാറിയത് പോലെ തോന്നും. നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സെയിം ബ്രഷ് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഐ ഷാഡോ ഒക്കെ ബ്ലെൻഡ് ചെയ്ത പോലത്തെ ഇങ്ങനത്തെ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യാന്നുള്ളതാണ്. എനിക്കിങ്ങനെ ഓവർ നോസ് കൊണ്ട് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ എനിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കൂടിപ്പോയി. ഓക്കെ, പെർഫെക്റ്റ്. ഇനി നമ്മള് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതും 452ന്റെ ചീക്ക് പോപ്പ് എന്ന് പറയുന്ന ബ്ലഷില് ഷുഗർ കെയിൻ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. അത് വളരെ ലൈറ്റ് ആയിട്ട് കൂടുതലും ഹൈ പോയിന്റ്സിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു പീച്ച് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നമ്മുടെ ബ്രൗൺ സ്കിൻ ടോൺസിനൊക്കെ നല്ല രീതിക്ക് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ്. ആൻഡ് ഓഫ് കോഴ്സ് നോസിലെ ബ്ലഷ് ഞാൻ ഒരിക്കലും മറക്കാറില്ല, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോസ് ചുവന്ന് അല്ലെങ്കിൽ ഒരു ബ്ലഷ്
ഇട്ട പോലെയൊക്കെ ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഓക്കെ, നമ്മളുടെ മേക്കപ്പ് കഴിഞ്ഞു. ലിപ്സ്റ്റിക് ഉണ്ട്. ലിപ്സ്റ്റിക് നമുക്ക് ലാസ്റ്റ് ഇടാം കേട്ടോ. ഒരു കുട്ടി പൊട്ടും കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം. ഓക്കെ, ഒരു കുഞ്ഞ് ഓക്കെ, ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക് ഞാനൊന്ന് ഇട്ടിരുന്നത് ഈ നൈബയുടെ വെൽവെറ്റ് മൂസ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ലിപ്സ്റ്റിക് ആണ്. ഇത് ആക്ച്വലി എനിക്ക് PR വന്നതാണ്. ബോർഡ്ലി ബോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡ്. ഞാൻ അതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു, ഡാപ്പ് ചെയ്തു. ഇതിലൊരു റെഡ് ടിന്റ് ഉണ്ട് ഗൈസ്. അതെന്ത് പറ്റിയെന്ന് വെച്ചാല് ഇതിന്റെ കൂടെ തന്നെ ഒരു ബോൾഡ് റെഡ് കളർ, റെഡ് അല്ല, ഒരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടിയിരുന്നു. അത് മിക്സ് ചെയ്തപ്പോ അതിലുള്ള കളർ ആയതാണ്. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഇതായിരുന്നു എന്റെ അന്നത്തെ മേക്കപ്പ്. ഇത്രേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് മാത്രമായിട്ട് എന്റെ ബേർ സ്കിന്നിൽ ഇട്ടാല് ഒരു ലൈറ്റ് ആയിട്ട് എനിക്ക് വാഷ് ഔട്ട് ആവുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ലിപ് ലൈനേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ബട്ട് മേക്കപ്പിന്റെ കൂടെ ഇടുമ്പോൾ പെർഫെക്റ്റ് ആണ് കേട്ടോ. സൂപ്പർ ലിപ്സ്റ്റിക് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല, നല്ല മൂസി ടെക്സ്ചർ ആണ്. ഇത് PR കിട്ടിയോണ്ട് പറയുന്നതല്ല, നല്ലതാണ്, ശരിക്കും നല്ലതാണ്. അത്യാവശ്യം ലാസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇട്ടിരുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ചെയ്യാം. അന്ന് ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അതും ചെയ്തിട്ട് കാണാം. പിന്നെ അന്ന് ഞാൻ കമ്മൽ ഇട്ടിട്ടില്ലായിരുന്നു. ഈ ഒരു മാല മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കമ്മലിടാൻ മറന്നുപോയി, എടുത്തൊക്കെ വെച്ചിരുന്നതാണ്, മറന്നുപോയി. അവിടെ ഇന്ന് ഞാൻ ഇടുന്നില്ല. അപ്പോ മുടിയും കൂടെ ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഹെയറിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ആക്ച്വലി. ഞാൻ മുടി വെട്ടി, ഇതിന്റെ താഴത്തേക്ക് ഞാൻ കളറൊക്കെ ചെയ്തിട്ട് ഫുള്ള് ഡാമേജ് ആയി, സ്പ്ലിറ്റൻസ് ഒക്കെ വന്ന് ഭയങ്കര ബോറായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ മെനഞ്ഞാന്ന് പോയിട്ടാണ് വെട്ടിയത്. പിന്നെ എനിക്കും തോന്നി, നമ്മളെ ഗേൾസിന് ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മളെപ്പോഴും ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ വെട്ടി കഴിഞ്ഞാല് ഒന്ന് എന്തോ ഒരു ജീവൻ വന്ന പോലെ തോന്നുമല്ലോ. അതുപോലെ എനിക്കുണ്ട്. ഞാനും പോയി മുടി വെട്ടി, അപ്പൊ ഞാനൊന്ന് ഓക്കെ ആയി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുക. പിന്നെ ഇവിടെ ഇന്നലെ ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ട് മുടി കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുകയാണ്. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണം. അപ്പോ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? എന്തായാലും നമ്മുടെ കമന്റ്സിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമന്റിൽ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.